ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. സൂറത്തുർ റൂം 54, 55 ഈ രണ്ട് ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പേജ് നമ്പർ 410. ഈ ആയത്തുകളിൽ പ്രധാനമായും നാം അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. അല്ലാഹുല്ലദീ ഖലഖകും, അല്ലാഹു എന്ന് പറയുമ്പോൾ ഇസ്മുൽ ജലാല, ഇവിടെ ലാമിനെ തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ടതാണ്. ഇസ്മുൽ ജലാലയിൽ ഉച്ചരിക്കപ്പെടുന്ന ലാം, അതിൻ്റെ തൊട്ട് മുമ്പിൽ ഫത്ഹയോ കസ്ര ദമ്മ ഉണ്ടെങ്കിൽ, തൊട്ട് മുമ്പിലുള്ള അക്ഷരം മഫ്തൂഹ മദ്മൂമോ ആണെങ്കിൽ ലാമിന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിക്കുക. മക്സൂർ ആണെങ്കിൽ മാത്രം ലാമിന് തർക്കീഖ് ചെയ്ത് നിർപ്പിക്കുക. ഇതാണ് അടിസ്ഥാന നിയമം. അപ്പോൾ ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത് തന്നെ ഫത്ഹ കൊണ്ടാണ്. അല്ലാഹു, അല്ലാഹു എന്ന് പറയുമ്പോൾ ഹംസക്ക് ഫത്ഹാണ് ഉള്ളത്. അല്ലാഹുല്ലദീ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലാമിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. മഖ്റജ് മാറാൻ പാടില്ല. അല്ലാഹു എന്ന് പറയുകയാണെങ്കിൽ എവിടെയാണ് നാവ് ടച്ച് ചെയ്യുന്നത്? അവിടെ നിന്ന് തന്നെ അല്ലാഹു എന്ന് തടിപ്പിച്ച് പറയുക. അല്ലദീ ഖലഖകും, ഖാഫ് ഇവ രണ്ടും തന്നെ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ടതാണ്. അതിനിടയ്ക്ക് ലാമ് വന്നിട്ടുണ്ട്. ആ ലാമിൽ തഫ്ഖീം വരരുത്. അത് തർക്കീഖിൻ്റെ അക്ഷരമാണ്. ഖലഖകും, ഖലഖകും, ഖലഖകും മിൻ ضعഫ്. ഈ പദം മിൻ ضعഫ് എന്ന് പറയുമ്പോൾ ഖലഖകും മിൻ, അവിടെ സാക്കിനത മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നൊക്കെ പേര് പറയപ്പെടും. മിൻ ضعഫ് എന്ന് പറയുമ്പോൾ സാക്കിനത നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിക്കുക, അവ്യക്തമാക്കി മണിക്കണം. ദ്വാദിൻ്റെ മുമ്പിലാണ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമായ ഇസ്തിഅലാൻ്റെ ഹർഫായ ദ്വാദിന് മുമ്പിലാണ് നൂൻ എന്ന കാരണത്താൽ നൂനിനും തഫ്ഖീം കൊടുക്കണം. മിൻ എന്ന് ക്ലിയറായി വ്യക്തമാക്കുന്നതിന് പകരം, അല്ലെ തർക്കീഖോട് കൂടി ഉച്ചരിക്കുന്നതിന് പകരം മിൻ ضعഫ്, ضعഫ്. ഈ പദം ഈ വചനത്തിൽ 3 തവണ ആവർത്തിക്കുന്നുണ്ട്, ضعഫ് എന്ന പദം. ഇവിടെ 2 വജ്ഹ് ഇമാം ഹഫ്സിന് ഉണ്ട്, ضعഫ് എന്നും ضعഫ് എന്നും. എന്നാൽ ഷാത്തിബി തരീഖ് അനുസരിച്ച് പാരായണം ചെയ്യേണ്ടത് ضعഫ് എന്നാണ്. നമ്മുടെ ഈ ഖുർആനിലെ റസ്മ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ ضعഫ് എന്ന് ഓതപ്പെടുന്ന മറ്റൊരു വജ്ഹ് അല്ലെങ്കിൽ മറ്റൊരു തരീഖ് ഇമാം ഹഫ്സിന് തന്നെയുണ്ട്. അങ്ങനെ വരുമ്പോൾ പാലിക്കപ്പെടേണ്ട മറ്റു ചില കാര്യങ്ങളും അതോടൊപ്പമുണ്ട്. ആ തരീഖ് അനുസരിച്ചാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ മറ്റു പല കാര്യങ്ങളും അവിടെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. മുൻഫസിലായ ദീർഘം ഒഴിവാക്കപ്പെടും. അതുപോലെ സക്തകൾ ഇല്ലാതെ വക്കീല മർറാഖ് പോലെയുള്ള കാര്യങ്ങൾ ആ തരീഖ് അനുസരിച്ച് ഓതുമ്പോഴാണ് അവിടെ ضعഫ് എന്ന് ദ്വാദിന് ദമ്മ കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുക. എന്നാൽ ഇവിടെ ഷാത്തിബി തരീഖ് അനുസരിച്ചാണ് നാം പാരായണം ചെയ്യുന്നത് എന്ന കാരണത്താൽ നമ്മുടെ ഖുർആനിൽ ആ രീതി അനുസരിച്ച് എഴുതപ്പെട്ടതുകൊണ്ട് ضعഫ് എന്ന് തന്നെ ഫത്ഹ് കൊടുത്തുകൊണ്ടാണ് ഓതേണ്ടത്. മിൻ ضعഫിൻ സുമ്മ, അവിടെ തൻവീനിനെ സായിന് മുമ്പിൽ വന്നതുകൊണ്ട് ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം.
മിൻ ضعഫിൻ സുമ്മ മീം മുഷദ്ദദ വന്നിട്ടുണ്ട്, അതിനെ മണിച്ചുകൊണ്ട് ഉന്നത്ത് നൽകി ഉച്ചരിക്കുക. സുമ്മ ജഅല മിൻ ബഅദി ضعഫിൻ ഖുവ്വ. ജഅല മിൻ ബഅദി, അവിടെ മിൻ ബഅദി എന്ന് പറയുമ്പോൾ സാക്കിനത്ത നൂനിനെ ഇഖ്ലാബ് ചെയ്യുകയാണ്. ഇഖ്ലാബ് ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് അവിടെ ഉണ്ടാവുക. ഒന്ന്, മീമാക്കി മാറ്റുക എന്ന ഇഖ്ലാബ്, ഖൽബ് അല്ലെ ഇഖ്ലാബ്. രണ്ടാമത്തേത്, അതിന് ഗുന്നത്ത് നൽകുന്നു. മൂന്നാമതായി ഇഖ്ഫ ഷഫവി എന്ന ഹുക്മാണ് ഫലത്തിൽ അവിടെ സംഭവിക്കുക. അത് സാക്കിനത്ത മീമായി മാറുന്നതിനാൽ ബായിന് മുമ്പിൽ ഇഖ്ഫ ഷഫവി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മീമിൻ്റെ സാക്കിനത്ത മീമിൻ്റെ ഹുക്മായ ഇഖ്ഫ ഷഫവി എന്ന വിധി അവിടെ വരികയാണ്. മിൻ ബഅദി ضعഫിൻ ഖുവ്വ, അവിടെയും തൻവീനിനെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇഖ്ഫ ഹഖീഖി നൽകി തഫ്ഖീമോട് കൂടി മണിക്കണം. ശേഷം ഖാഫാണ് എന്ന കാരണത്താൽ ضعഫിൻ ഖുവ്വ ഖുവ്വതൻ സുമ്മ. ഇവിടെ തൻവീനിനെ ഇഖ്ഫ ചെയ്യുമ്പോൾ തർക്കീഖാണ്, കാരണം ശേഷം സാ ഉണ്ട് എന്നതിനാൽ തർക്കീഖിൻ്റെ അക്ഷരമാണ്. ഖുവ്വതൻ സുമ്മ ജഅല, ജഅല മിൻ ബഅദി ഖുവ്വതിൻ ضعഫൻ വശൈബ. ജഅല മിൻ ബഅദി, വീണ്ടും ആവർത്തിക്കുന്നു. ഈ പദങ്ങൾ ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് നൂനിനെ ഉച്ചരിക്കുക. മിൻ ബഅദി ഖുവ്വതിൻ ضعഫ, തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകുക. തഫ്ഖീമോട് കൂടിയുള്ള ഗുന്നത്ത് നൽകി ഉച്ചരിക്കുക. ഖുവ്വതിൻ ضعഫൻ വശൈബ, ضعഫൻ വശൈബ. തൻവീനിനെ വാവിന് മുമ്പിൽ വന്നതിനാൽ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ഭാഗികമായി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ضعفൻ വശൈബ യഖ്ലുഖു മാ യശാ. അവിടെ യഖ്ലുഖു ഖാഇന് തഫ്ഖീമാണ്, ഖാഫിനും തഫ്ഖീം. യഖ്ലുഖു മാ യശാ, ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായും അലിഫിനെ ദീർഘിപ്പിക്കണം. വേണമെങ്കിൽ അവിടെ വഖഫ് വന്നതിനാൽ ഇഷ്ബായ് ചെയ്ത് 6 ഹറക്കത്ത് വരെ പൂർത്തിയാക്കാം. വഹുവൽ അലീമുൽ ഖദീർ. വഹുവൽ, വഹുവ എന്നായി പറഞ്ഞത് ഹു, ആ ഹായിൻ്റെ ദമ്മ ക്ലിയറാക്കി വഹുവ എന്ന് പറയാം. വഹുവൽ അലീമുൽ ഖദീർ. ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം കൊടുത്ത് തടിപ്പിക്കുക. അന്ത്യത്തിൽ വന്ന റായിനെ തർക്കീഖ് ചെയ്ത് നേർപ്പിക്കണം. ഖദീർ എന്ന് നേർപ്പിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. കാരണം റായിൽ വഖഫിന് വേണ്ടി സുക്കൂൻ വരുന്നു, തൊട്ടു മുമ്പിൽ സാക്കിനത്തായ യാ ഉണ്ട്. ശേഷം വയൗമ തഖൂമുസ്സാഅ, തഖൂമു ഖാഫിന് തഫ്ഖീമാണ്. വയൗമ, ആ ഖാഫിന് മാത്രമേ തഫ്ഖീം ഉള്ളൂ, മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരരുത്. വയൗമ തഖൂമുസ്സാഅ അസ്സാഅതു യുഖ്സിമുൽ മുജ്രിമൂൻ. യുഖ്സിമു എന്ന് പറയുമ്പോൾ ഖാഫിന് ഖൽഖല സുഗ്റ നൽകുന്നു, തഫ്ഖീമും നൽകണം. യുഖ്സിമു, യുഖ്സിമുൽ മുജ്രിമൂൻ. ജീമിനും ഖൽഖല സുഗ്റ വരുന്നു. അൽ മുജ്രിമൂന മാ ലബിസു ഗൈറ സാഅ. ഇവിടെ പ്രത്യേകിച്ച് അഹ്കാമുൻ നൂനി സാക്കിന വ തൻവീൻ, അഹ്കാമുൽ മീമി സാക്കിന, നൂനു വൽ മീമുൽ മുശദ്ദദതാൻ തുടങ്ങിയ അഹ്കാമുകളൊന്നും ഈ ഭാഗങ്ങളിൽ വരുന്നില്ല. എന്നാൽ തന്നെയും സിഫാത്തുകൾ എല്ലാം ക്ലിയറായി ശ്രദ്ധിച്ച് ഓതുക. ഖൽഖല ശ്രദ്ധിക്കുക. മാ ലബിസു, മാ ലബിസു ഗൈറ സാഅ. ഗൈനിനും റായിനും തഫ്ഖീം. ഗൈറ
സാഅ, സാഅ എന്ന് പറയുന്നത് സാഅ എന്ന് ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്, തർക്കീഖാണ്. كذلك كانوا يؤفكون. كذلك كانوا. كذلك كانوا അല്ല, മറിച്ച് كذلك كانوا يؤفكون. യൂഫക്കൂൻ അല്ല, യുഫക്കൂൻ. ഹംസ ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ്, കടുപ്പിച്ച് പറയണം. യുഫക്കൂൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبة يخلق ما يشاء وهو العليم القدير. ويوم تقوم الساعة يقسم المجرمون ما لبثوا غير ساعة كذلك كانوا يؤفكون.